പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പറ്റുന്നൊരു ഇടമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ വന്നോട്ടെ. പ്രിയമുള്ളവരെ, മഴയെടുത്തോളാം. പ്രിയമുള്ളവരെ, നമ്മള് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മഴയെടുത്തോളാം. കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർ, അതേപോലെ തന്നെ കൗൺസിലേഴ്സ്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ സൂചിപ്പിച്ചല്ലോ. മനോഹരമായ ഇങ്ങനൊരു പാർക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഈ നാടിന് വേണ്ടി ഒരുക്കിയതിൽ സുജിലിന്റെ നേതൃത്വത്തിലുള്ള ഏരൂർ നഗരസഭാ കൗൺസിലിനെ ഞാൻ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏരൂര് പല കാര്യങ്ങളിലും കേരളത്തിലൊരു മാതൃകയാണ്. ഏറ്റവും പ്രധാനം മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വത്തിന്റെ കാര്യത്തിലാണ്. ഏരൂരിന്റെ അതിർത്തി കിടക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം എല്ലാവർക്കും ഫീൽ ചെയ്യും. എല്ലാ ചുവരിലും മാലിന്യത്തിനെതിരായിട്ടുള്ള ശുചിത്വം പരിപാലിക്കേണ്ട സന്ദേശങ്ങളാൽ സമ്പന്നമാണ് എല്ലാ ചുവരിലും. മനോഹരമായ ചിത്രങ്ങൾ. ഹരിത കർമ്മസേനയ്ക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏരൂർ. ഏരൂർ നഗരസഭ ജനസംഖ്യ കുറവുള്ള ഒരു നഗരസഭയാണ്. പക്ഷെ കൃത്യമായി എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടും. ശുചിത്വ മിഷനിൽ വർക്ക് ചെയ്യുന്ന കുറേ ചേച്ചിമാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരുപാട് വിവരങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. പിന്നെ നേരത്തെ സാറും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഈ എന്താ പറയുക ഈ മുനിസിപ്പാലിറ്റിയിലൂടെ ഉണ്ടായത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും സോഷ്യലൈസ് ചെയ്യാനും നടക്കാനും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കായികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇവിടുന്ന് ഉത്ഭവിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ജാതിഭേദമന്യേ എല്ലാവർക്കും വന്നിരിക്കാനും ഒരുപാട് തമാശകൾ പറയാനും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പറ്റുന്നൊരു ഇടമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.